ട്രിവാൻഡ്രത്ത് 3 ബെഡ്റൂമുള്ള സിംഗിൾ ഒറ്റ നില വീട് നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് കുരുവിൻമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ മെയിൻ ബസ് റൂട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരു 200 മീറ്റർ അല്ലെങ്കിൽ മച്ചേൽ ബ്രിഡ്ജിൽ നിന്ന് ഒരു 500 മീറ്ററും നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ഇവിടെ ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ 14 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ സിംഗിൾ ഒറ്റ നില വീടാണ് നമുക്കപ്പം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് 5 സെൻറ്റിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. 1200 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് ഫുള്ള് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് കിണറും പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമുക്ക് കയറി വരുമ്പോൾ കൊടുത്തിട്ടുള്ളത്. ചുറ്റുപാട് തന്നെ നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയൊക്കെ ഇതാണ്. വീടുകളെല്ലാം തന്നെ ഇഷ്ടം പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് തറയിൽ കണ്ടോ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട്. 2ഓ 3ഓ ആണെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ ഇവിടെ ഒരു 8x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ളും തന്നെ നമുക്ക് പ്ലാവിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്രണ്ട് ഡോറ് ഫുള്ള് വരുന്നത്. കുറച്ച് വൈഡായിട്ടുള്ള കുറച്ച് നല്ല പാറ്റേൺ ഉള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഈ ഒരു വീടിന് 20x18 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ കണ്ടോ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു TV വരെ വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമുക്ക് വാഷ് ബേസിങ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റിംഗ് കണ്ടോ, ഈ ഒരു ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. കണ്ടോ ഈ ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും മുകളിൽ സീലിംഗ് കൊടുത്തിട്ടാണ്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ ഫ്രണ്ട് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിന് 3 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്ത്, ഒരു ബെഡ്റൂം നമുക്കിതാ ഈ ഒരു ഭാഗത്ത്, പിന്നെ ലാസ്റ്റ് ഒരു ബെഡ്റൂം നോക്കുക ഈ ഭാഗത്ത്. അങ്ങനെ 3 ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കിച്ചണുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇനി കിച്ചൺ വരുന്നത്. നമുക്ക് കിച്ചൺ വിശേഷം നോക്കാം. നമുക്ക് ഈ ഭാഗത്ത് കിച്ചൺ ഫുള്ളും തന്നെ നമുക്ക് മൾട്ടി വുഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കിച്ചൺ ഫുള്ള് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ തന്നെയാണ് നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് വന്നാൽ നമുക്ക് ഇവിടെ ആയിട്ട് കിണർ കാണാൻ സാധിക്കും. കണ്ടോ ഈ ഭാഗത്ത് കിണറും അപ്പുറത്ത് നനകല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഒരു ബെഡ്റൂം ഇതാ ഈ ഭാഗത്ത് ആണ് വരുന്നത് ആദ്യത്തെ. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് 12x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാർഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് മിററും നമുക്കിവിടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാർഡ്റൂമിൻ്റെ പുറകെ സൈഡിൽ ചുമരല്ല, അവിടെയും നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ എന്തെങ്കിലും തുണിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചുമരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചീത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ മെറ്റീരിയലും കൂടെ വെച്ച് പുറകെ സൈഡും കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം എവിടെയാണ് വരുന്നത്, PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ മിറർ, സിങ്ക് എല്ലാ സംഭവവും വരുന്നുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കുണ്ട്. ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 3 ഡോറും പിന്നെ ഇവിടെ ആയിട്ട് ഒരു മിററും വരുന്ന വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഭാഗത്താണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിന് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് മിറർ, സിങ്ക് എല്ലാ സംഭവവും വരുന്നുണ്ട്. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ഒരു ബെഡ്റൂം കൂടെയാണ്. നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്തിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് ലാസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 12x10 ഡയമെൻഷനിലായിട്ടുള്ളതാണ്. ഉണ്ടോ ഇതാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ PVC ഡോർ തന്നെയാണ് നമുക്ക് അകത്ത് വരുമ്പോഴത്തേക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കി ഡിസൈൻ വരുന്നത്. ടൈലിൻ്റെ ഡിസൈനെല്ലാം ഇതാണ് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ പ്രൈസ് വരുന്നത് 48 ലക്ഷമാണ്. അപ്പോൾ ഇത് തീർത്തും നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള വീടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ കിട്ടാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.